അനീഷിനെ കാണണമെന്ന് മമ്മൂക്ക ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വാർത്തകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ആയിരുന്നില്ല കപ്പ് അടിക്കേണ്ടിയിരുന്നത്. അത് എന്തിന്റെയൊക്കെയോ കാരണം കൊണ്ടാണ് കിട്ടിയത് എന്ന് ഷാനവാസ്കയും തുറന്നു പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞല്ലോടെ, ഇതൊന്ന് അവസാനിപ്പിക്കടേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും അനിമോൾ അനിമോൾ എന്ന് കണ്ടാൽ മാത്രമേ വ്യൂ ചെയ്യാൻ തോന്നുള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്താലും അതൊന്നും ആർക്കും കാണണ്ട. എന്തായാലും നമുക്ക് അതെന്നാണ് പിടിക്കപ്പോ. ഷാനവാസ്ക പറയുന്നുണ്ട്, ഒന്ന് കാണാം. അനീഷ് വിന്നർ ആവും എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ഓക്കെ, കാരണം അനീഷ് പിടിച്ച അത്ര ഒരു ഗെയിം അനുമോള് പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് അനുമോൾക്ക് മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുക, പിന്നെ കുറച്ച് കള്ളത്തരങ്ങൾ പറയും, ഇതിനൊക്കെ നേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കരഞ്ഞ് മെഴുകി ഒരു വിധാക്കുക. റണ ഫാത്തിമയുടെ ഭക്ഷണം പോലും മാറ്റിവെച്ച വ്യക്തിയാണ്. അതായത് കൊടുക്കില്ല, തിന്നാൻ ചോദിച്ചാൽ കരഞ്ഞോ കൊടുക്കൂല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ, എന്തൊക്കെയൊക്കെ ആവട്ടെ. ഒരു കൂട്ടം ആളുകൾ ഇപ്പൊ ഞാൻ തന്നെയാണ് അനുമോളുടെ PR എന്താടാ എന്നൊക്കെ ചോദിച്ചു വരും. ഒരു ഉളുപ്പില്ലാതെ കുറെണ്ണം വരും എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല. അനുമോൾ എന്തായാലും കപ്പ് അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അനുമോള് പറഞ്ഞതൊക്കെ നുണയാണെന്ന് തെളിഞ്ഞാൽ പോലും അവർക്കൊരു കുഴപ്പമില്ല. അതാണ് അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നത്. ഇപ്പൊ വിജയ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ വന്നു. അങ്ങനെ ആ ഒരു കൂട്ടത്തിനിടയിൽ പറ്റി കുറെ ആളുകൾ മരിച്ചു, കുറെ ആൾക്കാർക്ക് അപകടം പറ്റി. അതിനെ നമ്മൾ ഇവിടെ ഇരുന്ന് കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണല്ലേ അന്ധമായിട്ട് ഇങ്ങനെ ആരാധന പാടില്ല എന്നുള്ളത്. എന്നാൽ ഇവിടെ അനുമോളെ ആരാധിക്കുന്ന ആളുകളും അന്ധമായിട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അനുമോള് തന്നെ ഓരോ ദിവസം തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കള്ളത്തരം തന്നെ പറയാം, നിങ്ങൾക്ക് എന്താ എന്റെ ഷെൽഫിൽ കപ്പെത്തിയല്ലോ എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇപ്പൊ 2-3 ദിവസം മുമ്പ് സ്റ്റാർ സിംഗറിൽ അനുമോള് പോയിട്ടുണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാലോ. അതായത് അവിടുത്തെ ആ ഒരു ക്രീം ബണ്ണ് തീറ്റ മത്സരത്തിന്റെ ഇടയിൽ നമ്മുടെ നെവിൻ കൂടുതലെടുത്ത് തിന്നാതിരിക്കുക 2-3 കയ്യിൽ ഒളിപ്പിച്ചും വെച്ച് വായ നിറച്ച് തിന്ന് അവസാനം ഒരു തമാശക്ക് ഒരു സമ്മാനം ഉണ്ട് എന്ന് വിധു പ്രതാപ് പറഞ്ഞപ്പോ അതിന്റെ മുകളിൽ കയറി അങ്ങ് പിടിച്ചിട്ട് 2 ലക്ഷം രൂപയുടെ ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഡയമണ്ട് നെക്ലേസും കൂടി ചൂണ്ടിയ വ്യക്തിയാണ് ഈ അനുമോള്. എന്തെങ്കിലും ആയിക്കോട്ടെ, കഴിവ് കൊണ്ട് നേടിയതെന്ന് ആൾക്കാർ പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഷാനവാസ് കുറച്ച് പോയിന്റ് പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഒരു ഈ റീ എൻട്രി ഉണ്ടായിരുന്നു. നമ്മൾ ഔട്ടായി റീ എൻട്രി ഉണ്ടായിരുന്നു. ഈ റീ എൻട്രിക്ക് ശേഷം അവളെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് ആ കുട്ടിയോട് ജനങ്ങൾക്ക് ഒരു സിമ്പതി തോന്നിയതിന്റെ ഭാഗമായിരിക്കാം ഞാൻ അത്രേ ഉള്ളൂ. ആ ഒരു സിമ്പതി കൊണ്ട് മാത്രമാണ്. അതൊക്കെ ഒരു പീക്ക് ലെവലിലാണെന്നുള്ളതാണ്. അതായത് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നു. ഞാൻ പോലും ആ വിഷയത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് കേട്ടോ. പക്ഷെ അനുമോളുടെ ഭാഗത്തുള്ള തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബിൻസിയുടെ ലൈഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടതാണല്ലോ അത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ആളുകൾ ലാസ്റ്റ് ലെവലിൽ അനുമോളെ പാവം എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നു എന്നുള്ള ആ ഒരു ധാരണയ്ക്ക് പുറത്ത് അങ്ങ് വോട്ട് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. എന്നാൽ പോലും അനീഷേട്ടൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ ഏകദേശം ഒരു 4-5% മാറ്റത്തിലാണ് അനുമോള് തോൽപ്പിച്ചത് എന്നുള്ളത്. അനുമോള് തോൽപ്പിച്ചതല്ല, എല്ലാരും കൂടെ തോൽപ്പിച്ച ഒരു പാവം മനുഷ്യനെ. കൊള്ളാം. അല്ലെങ്കിൽ അനീഷ് ആയിരുന്നു വിന്നർ ആവേണ്ടത്. ഞാൻ വിചാരിച്ചിരുന്നത് എന്റെയും അനീഷിന്റെയും കൈപിടിച്ച് ലാലേട്ടൻ കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അനുമോളുടെ കാരണം നമുക്ക് ആ സമയത്ത് അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ പുറത്തെന്താ നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. ജനങ്ങള് ഏതാണ് കയ്യിലെടുക്കുന്നത് എന്നുള്ളത്. പക്ഷെ അനുമോളുടെ കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളത് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അതെ, കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ കറക്റ്റ് അടിവര ഇട്ട് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ഏറ്റവും അവസാനം സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. മുന്നത്തെ കാര്യങ്ങളൊക്കെ കോമാളിത്തരാണ്. അതായത് അടുക്കളയിലെ ഭക്ഷണം ഒളിച്ചു വെക്കുന്നതും മാറ്റി കൊടുക്കുന്നതല്ല. അതല്ലാതെ ഒരൊറ്റ വിഷയം, കുറച്ച് ഭക്ഷണം മാറ്റി വെക്കുന്നു, ചോറ്, അതിനോട് കൂടി കുറച്ച് കറി, അത് മാറ്റി വെച്ചതിൽ എല്ലാവരും കൂടെ ആക്രമിച്ചപ്പോ അനുമോളുടെ ഭാഗത്ത് ഒരു ന്യായമുള്ളത് എനിക്ക് തോന്നി. കാരണം ഏതൊരു വീട്ടിൽ വീട്ടമ്മ ചെയ്യുന്ന കാര്യം തന്നെയാണ് അനുമോള് ചെയ്തത്. മക്കൾക്ക് വേണ്ടി കൂടുതൽ എടുത്തേക്കുക, അല്ലെങ്കിൽ അടുത്തത് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുറച്ച് മാറ്റി വെക്കുക എന്നുള്ള ഒരു സംഭവം എല്ലാവരും കൊടുത്തതിന് ശേഷമുള്ള കാര്യമാണ്. അത് അനുമോളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ശരിയായിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ കുറെ തെറ്റുകളുണ്ട്. കുറെ തെറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചാൽ അതെനിക്ക് ഭയങ്കരമായി സങ്കടം, നാട്ടുകാർ പലതും പറയുന്നുള്ള ഒരു ധാരണയും, മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് വൃത്തികേടുകൾ പറയുമ്പോൾ അതൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നതും, അത് ചോദിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി പണി നോക്കടി എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ, അതിൽ അനുമോൾ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ കപ്പടിച്ച് പുറത്ത് വന്നപ്പോൾ വാക്കുകളൊക്കെ മാറ്റുമ്പോൾ
കൂടെ നിന്നിരുന്ന കുറെ ആളുകൾ ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങി അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. ഈ പറയുന്ന നമ്മുടെ ബിൻസിയുടെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഗിസേലിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഈ പറയുന്ന അനുമോൾ ബിഗ് ബോസിനകത്ത് പറഞ്ഞ് നിങ്ങൾ കണ്ടതാണല്ലോ. പുറത്ത് അനുമോൾ ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ട്രാക്ക് അവിടെ അനുമോൾ പിടിച്ചിട്ടുണ്ട്. സത്യം പറയുന്നുണ്ടെങ്കിൽ അനുമോൾ ടോപ്പ് 5 ഉണ്ടാവും, പക്ഷെ ഫസ്റ്റ് ആവില്ല, സെക്കൻഡ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഷാനവാസ് വിചാരിച്ചതുപോലെ ലെഫ്റ്റ് ഹാൻഡിൽ അനീഷിനും റൈറ്റ് ഹാൻഡിൽ എന്നെയും പിടിക്കും എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഷാനവാസ് ഖാന്റെ ഗ്രാഫ് ആ ടീമിന്റെ കൂടെ കൂടിയപ്പോഴേ പൂമ്പാറ്റയുടെ കൂടെ കൂടിയപ്പോൾ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാര് അത് സത്യം പറയുക ശരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഏത് അനുമോൾ വിന്നറായി അല്ലെങ്കിൽ അനുമോളിന്റെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അനീഷിനേക്കാളും ഷാനവാസിനേക്കാളും എന്നുള്ളത് പേഴ്സണലി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അനീഷിലേറെ ആൾക്കാര് ഹൃദയത്തിൽ അനുമോളെ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രേ ഉള്ളൂ. അനുമോളെ അനീഷേട്ടന്റെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളുകളെ എണ്ണം കുറവാണ്. ലാസ്റ്റ് വെച്ചിട്ടുണ്ടായ ആ ഒരു സംഭവത്തിന് കുറച്ച് വോട്ട് മറഞ്ഞു എന്നല്ലാതെ അനുമോളെ അനീഷേട്ടന്റെ അത്ര കാര്യം ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം മറ്റുള്ള ആളുകൾ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നില്ല, അത് കുത്തിപ്പോക്കുന്നില്ല, കുൽസിതങ്ങളിലില്ല, നുണകൾ പറയുന്നില്ല, ഭക്ഷണത്തിന് മുകളിൽ തല്ലുണ്ടാക്കുന്നില്ല, കൂടായ്പില്ല, കൂടോത്രമില്ല, ഒന്നുമില്ല. ഇതൊക്കെ ആരിലേക്ക് ഉണ്ട് നമുക്കറിയാലോ. അത്രേ ഉള്ളൂ. കൂടോത്രം തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. ഒരാളെ ഇറങ്ങിയിട്ടുണ്ട് അനുമോളുടെ പ്ലാച്ചിയിൽ കൂടോത്രാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തെങ്കിലൊക്കെ ആവട്ടെ. എന്നാൽ പോലും അനുമോൾ ഉണ്ടാക്കിയ അത്രക്ക് കോൺട്രവേഴ്സികളാണല്ലോ കൊടുക്കേണ്ടതെന്ന് ചില ആളുകൾ പറയാം. പക്ഷെ ഊളത്തരം കാണിച്ചിട്ട് അത് കോൺട്രവേഴ്സി എന്ന് പറയണതൊന്നും നമ്മൾ ന്യായീകരിക്കില്ല. അനീഷേട്ടൻ അത്ര വൃത്തികെട്ട പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ വിൻ ചെയ്യാൻ അർഹത എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അത് ഏതൊക്കെ വോട്ടിംഗ് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ഇത് കിടക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനീഷിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഭയങ്കര ഗൗരവക്കാരനായ, ഭയങ്കര ദേഷ്യക്കാരനൊക്കെ ആയിരുന്ന ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മാറ്റം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിരിക്കുകയും കളിക്കൊക്കെ ചെയ്യുന്നിടത്തേക്ക് ആ മാറ്റം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കണ്ടസ്റ്റൻസിന് തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹൗസ് മേറ്റ്സിന് തന്നെ. അപ്പം പുറത്തുള്ള ആൾക്കാർ എനിക്കും തന്നെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ ആ ഒരു മുരടൻ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റം, അത് ആളുടെ സ്ട്രാറ്റജി ആയിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ ശരിക്കും വന്ന ഒരു മാറ്റമായിരിക്കാം. ചിലപ്പോൾ ജീവിതത്തിലും ചിലപ്പോൾ അയാൾ അനുഭവിച്ച കുറെ ട്രോമകളുണ്ട്, അതിൽ നിന്നും വന്നിട്ട് അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചതാവാം. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അനുമോൾ പറയുന്നുണ്ട് ഞാൻ 100% സത്യസന്ധമായിട്ടാണ് അവിടെ നിന്നുള്ളത്. ആ വാക്ക് തന്നെ നുണയാണെന്നുള്ളതാണ്. അനുമോൾ അവിടെ ഫുൾ ഫേക്ക് ആയിട്ട് നിന്നിട്ടുള്ളത്. അതാണ് എന്റെ സ്വഭാവം എന്ന് അനുമോൾ ഇടക്കിടക്ക് പറയുന്നുണ്ട്. അതാണ് അനുമോളുടെ സ്വഭാവം എങ്കിൽ റിയൽ ലൈഫിൽ വെരി വെരി ഭയങ്കര അൺസഹിക്കബിൾ ആയിരിക്കും മോളെ. അൺസഹിക്കബിൾ അങ്ങേയറ്റായിരിക്കും എന്നുള്ളതാണ്. കാരണം അമ്മ അതിൽ പരദൂഷണമാണ്. മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് അനാവശ്യമായിട്ട് ഒളിഞ്ഞോട്ടാണ്. ഒരു കാര്യമില്ലാതെ കുറെ ഊളത്തരങ്ങൾ വിളിച്ചു പറയാ. പിന്നെ മറ്റുള്ള ആളുകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് പറയുന്നു, എന്നിട്ട് സ്വന്തം വസ്ത്രധാരണത്തെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഇന്ന് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് അനുമോൾ വെച്ചാൽ പുറത്ത് അനുമോൾ കുറച്ച് ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എന്നുള്ളത് തന്നെ, വേറൊന്നുമില്ല. ഓക്കെ, ഷാനവാസൊക്കെ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അനീഷേട്ടനെ തന്നെയാണ് ഒരു കൂട്ടം ആളുകൾക്ക് ഇപ്പോഴും ഇഷ്ടം. അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകളെ ആർക്കും ഇഷ്ടാവില്ല എന്നുള്ളതാണ്. അല്ല, അത് അങ്ങനെ തന്നെയാണ്. അത് നമ്മളെ പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അനീഷേട്ടൻ അങ്ങനെ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചിട്ടില്ല, ഒരു സ്ത്രീയെ നാണം കെടുത്തിയിട്ടില്ല. ഈ ബിഗ് ബോസിന്റെ അകത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. പക്ഷെ ഈ വിന്നറായ അനുമോള് തന്നെ നോക്കിയേ, അവിടെ കൃത്യമായി ആണുങ്ങളെ നല്ല രീതിയിലല്ല, മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, അങ്ങനെ വേണം പറയാൻ അല്ലെ. അപ്പൊ അനീഷരത്താണെന്നുണ്ടെങ്കിലും എന്തിനു പറയുക, അക്ബറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ആര്യന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് അവരെ ഇടപെടൽ നടത്തിയിട്ടുള്ളത് അവരെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണെന്നുള്ളതാണ്. ഗെയിമിന്റെ ഭാഗമാണ്, അത് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോഴും അനുമോൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഞാൻ 100% അതാണ്, ഞാൻ പുറത്തും അങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഗെയിം വിട്ടാലും അനുമോൾ അങ്ങനെ തന്നെയല്ലേ പ്രവർത്തിക്കുക, അത് അങ്ങനെ തന്നെ ആവുന്നുള്ളതാണ്. ഇനി നമുക്ക് അനീഷേട്ടനെ കുറിച്ച് മമ്മൂക്ക പറഞ്ഞു എന്നൊരു കാര്യം ഒരു ചാനലിൽ ഇരുന്ന് ചേച്ചി പറയുന്നുണ്ടെന്ന് കേൾക്കാം. അനീഷിന് സർപ്രൈസുമായി മമ്മൂക്ക. അവനെ കാണണമെന്ന ആഗ്രഹമുണ്ട്, ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായും കാണുമെന്നും മമ്മൂട്ടി പ്രതികരിച്ചു. പറയാൻ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, എന്നിട്ടും അവൻ 100 ദിവസം അവിടെ നിന്നു. അവൻ വലിയൊരു പ്രേക്ഷക സപ്പോർട്ട് തന്നെ നേടിയെടുത്തു. ജനങ്ങളുടെ മനസ്സിലൊരു ഇഷ്ടം അവനോട് തോന്നിത്തുടങ്ങി. ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചെടുക്കുക എന്നത് വലിയ കാര്യമാണ്. അവിടെ അവൻ വിജയിച്ചു. അവന്റെ കഴിവ് തന്നെയാണത്. അത് അവന്റെ വലിയ വിജയവുമാണ്. ഒരാൾ ചുമ്മാ ഒരാൾ ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണണം. ആ ക്വാളിറ്റി ജനങ്ങൾ കണ്ടു, അവനെ ഇഷ്ടപ്പെട്ടു. അത് അവന്റെ വിജയം തന്നെയാണ്. 40 ലക്ഷവും സമ്മാനവും ഒക്കെ ഇനിയും ജീവിതത്തിൽ ഉണ്ടാക്കാം.
അവൻ ഇന്ന് ജനങ്ങളിൽ നിന്നും കിട്ടിയ ഒരു സ്നേഹമുണ്ട്. അത് പണത്തേക്കാൾ എത്രയോ വലുതാണ്. തീർച്ചയായും അനീഷിനെ കാണണമെന്നും ഒരു സർപ്രൈസ് നൽകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. എല്ലാം ഒത്തുവന്നാൽ കാണാം. മമ്മൂട്ടി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മമ്മൂക്കയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സോഴ്സുകളും അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ പേജുകളും ഗ്രൂപ്പുകളും എല്ലാം പരിശോധിച്ചു. ഇങ്ങനെ ഒരു കാര്യം മമ്മൂക്ക പറഞ്ഞതായിട്ട് ആർക്കും അറിവില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചാനലിനകത്ത് നിന്ന് ഒരു ചേച്ചി 2 മിനിറ്റ് 1 മിനിറ്റ് ഉള്ള വീഡിയോസ് ഇടുന്ന ഒരു ചേച്ചി, മുഖമൊന്നും കാണില്ല, ശബ്ദം മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ കറക്റ്റ് സോഴ്സുകൾ ഇല്ലാത്ത, തെളിവുകൾ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ വിളിച്ച് ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. ഇതുമേ ഒരു വ്യക്തിഹത്യമൊന്നും അല്ലാത്തതുകൊണ്ട് ആളുകൾ ഏറ്റെടുക്കുന്നതാണെന്നുള്ളത്. ഏകദേശം 2-3 ലക്ഷം വ്യൂ ഒക്കെ വന്ന ഒരു വീഡിയോ ആണ്. ഞാൻ പരമാവധി അന്വേഷിച്ചിട്ടുണ്ട്. അനീഷേട്ടൻ പോലും അറിയാത്ത ഒരു കാര്യമാണ് ഇത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല ഇനി ഇത് ശരിയാണ് എങ്കിൽ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലൈഫിൽ കിട്ടാൻ പോകുന്ന എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. നമുക്ക് അങ്ങനെ ഒരു സർപ്രൈസ് മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ കൂടേണ്ടവർ കൂടെ കൂടിക്കോളി. കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നമുക്ക്. ഈ ഒരു ബിഗ് ബോസ് മാത്രമല്ല, പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. പല ആളുകൾക്കും താല്പര്യമില്ല പൊതുവായിട്ടുള്ള മറ്റുള്ള വിഷയങ്ങൾ എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു നാറി ഒരു വൃത്തികേട് കാണിച്ച് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാള് കണ്ടില്ല കേട്ടോ. അനുമോള് ഗുണമോള് എന്നൊക്കെ കാണുമ്പോൾ ഓടി വരുന്നുണ്ട്. കൊള്ളാം. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പടപ്പാൾ സൈനിങ് ഓഫ്.